അന്നത്തെ സാഹചര്യം നമുക്ക് ഓർമ്മയില്ലേ? വിദ്യാഭ്യാസം തന്നെ എടുക്കാം നമുക്ക് അടിസ്ഥാനം. വിദ്യാഭ്യാസ രംഗത്ത് എന്തായിരുന്നു സാഹചര്യം? താക്കോലും പൂട്ടുമായി ചെന്നു. അങ്ങനെ താക്കോലും പൂട്ടുമായി ചെന്ന് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കി സ്കൂളുകൾ അടച്ചുപൂട്ടി. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. സ്കൂളുകൾ അടച്ചുപൂട്ടാനായിരുന്നു ഇവർ പരിശ്രമിച്ചത്. ആ സ്കൂളുകളിലേക്ക് 5000 കോടിയോളം രൂപയാണ് ഈ ഗവൺമെന്റ് കൊടുത്തയച്ചത്. UDF തന്നെ, അതായത് പ്രതിപക്ഷ MLA മാർ പോലും പറഞ്ഞു കിഫ്ബിയിൽ നിന്ന് ഞങ്ങളുടെ മണ്ഡലത്തിലെ സ്കൂളുകൾ മികച്ചതാക്കാൻ പണം കിട്ടി. ഈ ഗവൺമെന്റിനെ അംഗീകരിച്ചു. ഈ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതിനെതിരെ ഈ കോഴിക്കോട് നഗരത്തിൽ മലാപ്പറമ്പിൽ സാക്ഷാൽ MT വാസുദേവൻ നായർ പോലും ഇറങ്ങി സമരം ചെയ്യേണ്ട ഗതികേടുണ്ടായിരുന്നു. സ്കൂളുകൾ അടച്ചുപൂട്ടാനായി ഇവർ തീരുമാനിച്ചിരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് സാംസ്കാരിക ഫാസിസമാണ്. കേരളത്തിലെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ഒരു കാലഘട്ടം ഓർമ്മയുള്ളവർക്കറിയാം. ഈ നാട്ടിലെ സാധാരണക്കാരൻ പോകുന്ന സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞൊരു വാർത്ത എന്താണെന്നറിയോ? മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ LPST ലിസ്റ്റിൽ 1150 പേരെ നിയമിച്ചു ഈ ഗവൺമെന്റ്. അങ്ങനെ നിയമിക്കണമെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ വരണം.